ആദ്യമായിട്ട് ഭട്ടതിരിപ്പാടിൻ്റെ ആണ് അതിനുവേണ്ടി ശ്രമിച്ച് ആദ്യമായിട്ട് ഭൂരിഭാഗത്തിൽ പ്രോത്സാഹിപ്പിച്ചത്. അത് ഏതാണ്ട് ഒരു 50-60 വർഷം മുൻപാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലത് ഉദാഹരണം അധികം ഇസ്ലാമിലേക്ക് കടക്കുന്നത്, ഞാനൊരു മുസ്ലിം വർഗീയവാദിയായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പഠിച്ച വിഷയം അതാണ്, എനിക്കറിയാവുന്ന കാര്യം അതാണ്. മറ്റൊന്ന്, അവിടെയാണ് ഇപ്പോൾ അനീതിയായിട്ട് നിൽക്കുന്നു. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഈ സ്കോളർഷിപ്പിന് 2 ലക്ഷം മുസ്ലിം കുട്ടികൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയത് 75,000 പേർക്കാണ്. ബാക്കി 1.25 ലക്ഷം തള്ളിയിരിക്കുകയാണ്. അതേപോലെ നമ്മൾ ഇതര സമുദായങ്ങളോ ക്രിസ്ത്യൻ സമുദായത്തിന് അവരാകെ 55,000 പേര് അല്ലെങ്കിൽ 47,000 പേർക്ക് കിട്ടി. ബാക്കി നിസ്സാര പേരെയാണ് ഒഴിവാക്കിയത്. അപ്പം അങ്ങനെ എവിടെയും അനീതി. അതുകൊണ്ടാണ് ആ മുസ്ലിം എന്ന വാക്കും ആ സമുദായത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. അല്ല, ഞാൻ വർഗീയവാദി ആയതുകൊണ്ടൊന്നുമില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങൾ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, സാമൂഹ്യ നീതി, അതാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി 1400 വർഷം മുന്നേ, അല്ല 1500 വർഷത്തോളം മുമ്പ് വിധവയെ വിവാഹം കഴിച്ച് മാതൃക കാണിച്ചിട്ടുണ്ട് സാർ. അത് അപരിഷ്കൃതമാണോ? ഭട്ടതിരിപ്പാട് ഇത് ഈ 1 നൂറ്റാണ്ട് മുമ്പാണ്. അപ്പോൾ ഏതാണ്ട് 1400 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ മാതൃക കാണിച്ച്, എന്താ മാതൃക കാണിച്ച്? വിധവകളെ വിവാഹം കഴിക്കാം എന്ന് മാത്രമല്ല, അദ്ദേഹം വിധവകളെ വിവാഹം കഴിച്ച് മാതൃക കാണിച്ചാളാണ്. അപ്പം അതുകൊണ്ട് അത്ര പുരോഗമന മതം അല്ല എന്നും പറയുന്നത് അർത്ഥമില്ല, പുരോഗമനം തന്നെയാണ്. ഓക്കെ, ഒരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ജനങ്ങൾ കോൺഗ്രസ്സുകാരോട് പറയുന്നത്, നിങ്ങൾ നേരെ നിന്ന് ഞങ്ങൾക്ക് നേതൃത്വം തന്നാൽ വോട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഇതാണ് കേരള ജനത പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് നിലമ്പൂർ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഈ ഒരു മന്ത്രിസഭ മുഴുവൻ 98 MLA എല്ലാ കോളുകൾക്കും ചെയ്ത് ശ്രമിച്ചു. ഇന്ന് ഇടതുപക്ഷത്ത് കിട്ടാവിനേക്കാൾ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, ഒരു കുറ്റം പറയാനില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം അംബേദ്കറിനെ പോലെ തോന്നുന്നില്ലല്ലോ നമ്മുടെ രാജേഷ്. പക്ഷെ അംബേദ്കർ എത്ര ലോകത്ത് ഇലക്ഷൻ തോറ്റിട്ടുണ്ട്. VK കൃഷ്ണൻ തോറ്റിട്ടില്ലേ, ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ? തോൽവി അത് കുറ്റമൊന്നുമല്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ ജയിക്കാത്തുള്ളത് പാണ്ഡിത്യോ അല്ലെങ്കിൽ അറിവിൻ്റെ ഭട്ടാകാരമൊന്നുമില്ല. അതൊരു പ്രത്യേക ലൈനിലാണ് പോകുമ്പോൾ ജയിച്ചു വരുന്നതാണ്. അതിൽ ഒരു കാര്യം പറയാം, രാജേഷിനെ പോലുള്ളവർക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയിൽ നിന്ന് മത്സരിക്കാൻ നല്ലത്. അല്ലാത്ത താത്വിക വശങ്ങൾ പാർട്ടി കുറച്ചുമൊക്കെ പറയും, നമ്മുടെ താത്വിക വശങ്ങൾ നോക്കി അതായത് കുറച്ചുകൂടി ഭംഗി. അല്ലാതെ നേരിട്ട് ഇലക്ഷൻ മത്സരിക്കാന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെയല്ല, അതൊരു പ്രത്യേക ശൈലിയാണ്. അത് അച്ചടി ഭാഷയിൽ സംസാരിച്ച് വോട്ട് കിട്ടില്ല. അതൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കണം. വീണ്ടും പറയണം, കോൺഗ്രസിനോട് പറയാവുന്നതാണ്, ഇത്രയും എതിരായ ഘടകങ്ങൾ ഉണ്ടായിട്ടും നിലമ്പൂരിലെ ജനങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്ത് ബഹുഭൂരിപക്ഷത്തോടെ ഏതാണ്ട് 30,000 വോട്ട്, 16,000 വോട്ടെടുത്തുള്ളൂ. 20,000 വോട്ട് അൻവർ പിടിച്ചപ്പോഴേ വാസിൽ 31,000 വോട്ട് അല്ലെങ്കിൽ 30,000 പേര് വോട്ടിനാണ് LDF തോൽപ്പിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. ഈ സന്നാഹമൊക്കെ ഉണ്ടായിട്ടും. അപ്പോൾ UDF തോൽപ്പിക്കണമെങ്കിൽ UDF തന്നെ വിചാരിക്കണം. അല്ലാതെ പ്രതിപക്ഷം വിചാരിച്ചാൽ UDF തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊരു മാതൃകയാണ്, പാഠം പഠിക്കണം, ആത്മാർത്ഥം. നിങ്ങൾ ഏത് നേതാവായാലും ഞങ്ങൾ അംഗീകരിക്കാന്നേ. നിങ്ങൾ ഒരുമിച്ച് നിൽക്ക്, ഞങ്ങൾ വോട്ട് ചെയ്യാം, ജയിപ്പിക്കാം. ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനേ പറ്റുള്ളൂ, ഭരണത്തെ ഞങ്ങൾ പറ്റുമോ? അത് പറ്റില്ല. ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മൊയ്തീൻ ഷാ ഈ ഗ്രൂപ്പ് ഒരു നേരത്തെ പറഞ്ഞത് എന്താണ്? ഇടതുപക്ഷ മുന്നണിയെ നിലനിർത്താം. ആ ഇടതുപക്ഷ മുന്നണിയെ നിലനിർത്താമെന്ന് ഞങ്ങളുടെ വാക്ക് ഞങ്ങൾ അത്രയേറ്റം പാലിച്ചിട്ടുണ്ട്. എന്താണ്? നിലമ്പൂരിലെ വോട്ടർമാരെ UDF ജയിപ്പിച്ചോടി LDF അടുത്ത ഭരണത്തിൽ വരില്ല. അങ്ങനെ LDF വരാത്തതിൻ്റെ പേരിൽ അത് നിലനിൽക്കും. LDF ഇത്തവണ കൂടി എണ്ണത്തിൽ വന്നേ പിന്നെ നിലനിൽക്കില്ല. അതാണ് ഞങ്ങൾക്ക് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റിരിക്കുന്നത്. ഒന്ന്, LDF നിലനിർത്തണം. LDF നിലനിർത്തണമെങ്കിൽ UDF ജയിപ്പിക്കണം.
രണ്ട് വലിയ ടാസ്ക്കാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് വിജയിക്കും, സംശയമൊന്നുമില്ല. പക്ഷെ കോൺഗ്രസ് നേതാക്കൾ ഒന്ന് ഒരുമിച്ച് നിൽക്കും. നിലമ്പൂർ കാണിച്ച മാതൃക പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസ് എല്ലാ നേതാക്കളും വളരെ ആത്മാർത്ഥമായിട്ടും സജീവമായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. വാസ്തവം പറഞ്ഞാൽ അവിടെ UDF സ്ഥാനാർത്ഥി തോൽക്കാനുള്ള ഒരുപിടി ഘടകങ്ങളുണ്ടായത്, അനുകൂല ഘടകങ്ങളുണ്ടായത് ഗ്രൂപ്പുകളിൽ. പക്ഷെ അതൊന്നും മാറ്റിവെച്ച് ആ ഗ്രൂപ്പുകളൊന്നും ഇല്ലാതെ ഏക മനസ്സായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആരാണോ ആള് ജയിപ്പിക്കുക എന്ന്. ഇപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞൊക്കെ അങ്ങനെയാണ്, നിങ്ങൾ ആളുടെ പേര് നോക്കണ്ട, കൈപ്പത്തി ചിഹ്നത്ത് വോട്ട് ചെയ്താൽ മതി. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള ഒരേ ഒരു ഇഷ്ടക്കുറച്ചുള്ളൂ. ആ മുസ്ലിം എന്നൊരു പേര് മാറ്റി പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാം, വലിയ നേട്ടം ഉണ്ട്. അത് മാത്രമാണ്, അല്ലാതെ ആ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേറെ ഒരു അഭിപ്രായത്തിലുമില്ല. ഇത് പറയുമ്പോഴാണ് എൻ്റെ സ്നേഹിതനാണ്, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്, ജലീൽ പുനലൂർ. അത് തീർന്നൊരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കാരാണ്. അതൊന്ന് കുറ്റം പറയാൻ പല നിൽക്കുന്നത് ഉറച്ചു നിൽക്കണം. പക്ഷേ ജലീൽ സാഹിബേ, മൊയ്തീൻ ഷാ അറിയാമല്ലോ, നിങ്ങൾ ഈ ആവശ്യത്തിൽ കവിഞ്ഞുള്ള മുസ്ലിം ലീഗ് വിരോധവും കമ്മ്യൂണിസ്റ്റ് അനുകൂലവും അത്ര വേണ്ട. നിങ്ങൾ ഭരണകക്ഷി ആളെന്ന നിലക്ക് അവർ വാദിച്ചു, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ അന്ധമയ മുസ്ലിം വിരോധം ഈ ഇലക്ഷൻ തന്നെ നിരന്തരമായിട്ട് നിങ്ങൾ ലീഗിനെ വളരെ തങ്ങന്മാരെയൊക്കെ ആയിട്ട് വളരെ മോശമായിട്ട് അങ്ങനെ പറയില്ലേ. കാരണം തങ്ങന്മാർ അവർക്കുള്ള ഒരേ ഒരു ബുദ്ധിമുട്ടുള്ള ആ മുസ്ലിം എന്ന പേര് ഉപയോഗിക്കുന്നു പൊളിറ്റിക്സിൽ. സമുദായത്തിലില്ല, സമുദായത്തിൽ കുഴപ്പമില്ല. അത് വെച്ച് ബാക്കി അവർ നിങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല. അവർ വളരെ നിഷ്കളങ്കരും പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ്. ഇത്തവണ പറഞ്ഞ കൈപ്പത്തിക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞത്, അതനുസരിച്ച് കൈപ്പത്തിക്ക് ലീഗുകാർ എല്ലാ അനുഭാവികളും വോട്ട് ചെയ്ത് ജയിച്ചു, മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇനി അത്രയും കടന്ന കയ്യിലൊന്നും വിമർശിക്കേണ്ട കേട്ടോ. അത് ഞാനൊരു സ്നേഹബുദ്ധി പറയാനല്ല, കുറ്റമല്ല. നിങ്ങൾക്ക് ഭാവിയുണ്ട്, ചെറുപ്പാട് ഇതിൻ്റെ പോലും ഒന്നല്ല, ഇനിയും കിടക്കാണ് കാലങ്ങൾ. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മന്ത്രി ആയിക്കൂടെ അല്ലെങ്കിൽ MLA ആയിക്കൂടെ ഒന്നുമില്ല, നിങ്ങൾ LDF ഉറച്ചു അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ തങ്ങൾ വർഗത്തെ മുസ്ലിം ലീഗിനും വ്യക്തിപരമായിട്ട് പോലും ആക്ഷേപിക്കരുത്. ഞാൻ വ്യക്തിപരമായിട്ട് ഒരിക്കലും മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്താറില്ല, ആശയപരമായിട്ടുള്ളൂ. അപ്പോൾ UDF ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. എന്താണ്? എല്ലാ നിലക്കും യോജിച്ചു പോയാൽ കേരള ഭരണം നിങ്ങളെ ഏൽപ്പിക്കാൻ ജനങ്ങൾ സദാ സന്നദ്ധരാണ്, സദാ തയ്യാറാണ്. ഞാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എന്തായിരുന്നു സാർ കുഴപ്പം? ഞാൻ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഉമ്മൻചാണ്ടി കോൺഗ്രസ് ഭരണം മറ്റു എന്തായിരുന്നു കുഴപ്പം? ഇബ്രാഹിം കുട്ടി സാഹിബിൻ്റെ PWD എന്തായിരുന്നു കുഴപ്പം? പക്ഷെ അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ വീഴ്ച നമ്മൾ ഉമ്മൻചാണ്ടി സാറിന് പറ്റി. അതാണ് ആ സംഭവിച്ചത്. അത് ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല, കഴിഞ്ഞ സംഭവമാണ്. ഒരു കാര്യം സാർ, ഇനി നിലമ്പൂർ അൻവർ സാഹിബിനോട് പറയാനുള്ളത്, നിങ്ങൾ ആത്മഹത്യ നമ്മൾ ആരും ചോദ്യം ചെയ്തില്ല. നിങ്ങൾ ജനകീയ ഒരു നേതാവ് തന്നെയാണ്, അതിലും സംശയമില്ല. പണത്തെക്കാൾ ഉപരി നിങ്ങൾ ആത്മഹത്യയുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് രണ്ട് വഴിയുണ്ട് ഇനി. ഒന്ന്, കാര്യങ്ങൾ പറഞ്ഞ് UDF ആയിട്ട് സഹകരിച്ച് പോകാം. ബേപ്പൂർ മത്സരം തയ്യാറെന്ന് പറയുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസ്സുകാരും UDFകാരും മനസ്സിലാക്കണം, സഖാവ് പിണറായിയെ പരസ്യമായിട്ട് പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാവുന്ന ഇന്ന് ഏക നേതാവായിരുന്നു ഇന്ത്യയിൽ കേരളത്തിലുള്ളത്. അത് നിങ്ങൾ കാണാതെ പോരുത്. അത്രയും തൻ്റെതായിട്ട് നിൽക്കുന്ന ആൾ ഇലക്ഷൻ നിർത്തിയിട്ട് ഇപ്പോഴും പുള്ളി അതുപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അപാര കഴിവ് തന്നെയാണ്. പക്ഷെ കഴിവ് യൂട്ടിലൈസ് ചെയ്യണം. പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചതറിയോ, ഹാർഡ് വർക്ക് ചെയ്താൽ വിജയിക്കുന്ന. അപ്പോൾ ഞാനൊരു നമ്മൾ ട്രെയിനിങ്ങിൽ പോയി. അപ്പോൾ അവരുടെ ആൾ പറഞ്ഞറിയോ, ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, വള്ളം മുങ്ങി ഒരാൾ ഒരു ഡീസൽ കൊണ്ട് ഇത് കിട്ടി, ടീൻ കിട്ടി, അത് നീന്തി നല്ല അധ്വാനം ചെയ്ത്. പക്ഷേ നീന്തി ഏത് ദേശയിലായി പോയി, ഏത് ദേശം കടലിനൊക്കെ കാണാൻ പറ്റുമോ? കരയിലേക്ക് എന്തായാലും എത്തുള്ളൂ. അതുകൊണ്ട് അധ്വാനം ചെയ്തില്ലേ, പക്ഷെ ഫലം കിട്ടിയോ? അതുപോലെ അധ്വാനം ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. അൻവർ എല്ലാ നിലക്കും അധ്വാനമൊക്കെ ചെയ്ത്, അൻവറിന് ഇപ്പം എല്ലാം ബോധ്യമായി. മാത്രമല്ല, അൻവർ തോറ്റും പറയാൻ പറ്റില്ല, ജയിച്ചത് അൻവർ തന്നെയാണ്. UDFും ജയിച്ചിട്ടുണ്ട്. പക്ഷെ അൻവർ ഒരു കാര്യം വേണം, വളയത്തിൽ കൂടി ചാടാവും. നമ്മൾ UDFിൽ നിൽക്കുകയാണെങ്കിൽ UDF നേതാക്കളെ അനുസരിക്കണം. അനുസരണം എന്നുള്ളത് നമ്മൾ അടിമത്തത്തെ എതിർക്കുന്നു,
അൻവർ ഞാൻ പ്രത്യേകം അടിമത്തെ നമ്മൾ എതിർക്കുന്നു. പക്ഷെ അരുൺസാറിന് അച്ചടക്കമാണ്. അച്ചടക്കമില്ലാത്ത ഒരു സമൂഹം, ഒരു സമുദായം, ഒരു പാർട്ടി വിജയിക്കില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ UDF നേതാക്കളെ പ്രതിപക്ഷ നേതാവാണെങ്കിലും UDF ആണെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ട് അവരായിട്ട് ഒരു ധാരണ എത്തിയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടേ, ഒരു MLA ആകണം. അത് നിങ്ങളുടെ കൂടെ ആര് നിങ്ങൾ ഒന്നിട്ട് വരും, അത് ഒക്കെ കിട്ടും, അവസരമുണ്ട്. 140 സീറ്റില്ലേ. പക്ഷെ നിങ്ങൾ ഇനിയെങ്കിലും കഴിഞ്ഞ കാര്യങ്ങൾക്ക് പറഞ്ഞ് ഇപ്പോഴത്തെ ആ തീരുമാനം ഉചിതമാണ്, തെറ്റില്ല. ഇനി അൻവറിനെ UDF എന്തെങ്കിലും കാരണവശാൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ വലിയൊരു അപകടം നിങ്ങൾക്ക് വരും UDFന്. അതെന്നറിയാം, അതും പറഞ്ഞുതരാം. അൻവറിന് ആ ചിന്ത വന്നിട്ടൊന്നിരിക്കില്ല. ഞങ്ങളിപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ അൻവറായിട്ട് സംസാരിച്ചിട്ട് കേരളത്തിൽ 88% വരുന്ന ജനതയുണ്ട്, പിന്നോക്ക ദളിത് ന്യൂനപക്ഷം. ആ പിന്നോക്ക ദളിത് ന്യൂനപക്ഷം ഞങ്ങൾ സംഘടിപ്പിക്കുക. ഇന്നിപ്പോൾ അൻവറിനെ പോലെ പറ്റിയ ആൾ വേറെ ഒരു ജാതിയിലും കേരളത്തിലില്ല. കാരണം പണവും വേണം, പ്രതാപം വേണം, കാര്യങ്ങൾ വേണം, അല്പം ചെറുപ്പമായിരിക്കും. ഞാനൊക്കെ പണത്തിന് കുറവുണ്ട്, പൈസമായി. അൻവർ അല്ല, എൻ്റെ അത്ര പറയില്ല. അൻവർ ചാൻസ് അത് അൻവർ ഞങ്ങൾ മുന്നിൽ നിർത്തി കളിച്ച് കഴിയുമ്പോഴല്ലോ മുസ്ലിം ലീഗിന് ഒരു ക്ഷീണം പറ്റും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഏതാണ്ട് ഒരു 88% പിന്നോക്കത്തിൽ ന്യൂനപക്ഷം കേരളത്തിലുള്ളൂ. 12% മുന്നോക്കമുള്ളൂ. അല്ലെങ്കിൽ 15% കൂട്ടിക്കോ. 10% നായർ വിഭാഗം, 5% സവർണ ക്രിസ്ത്യാനി, 15%, ബാക്കി 80% ഉണ്ട്. ദേശീയ ലെവലിൽ 88 ഉണ്ട്. അപ്പോൾ അവരെ സംഘടിപ്പിച്ച് ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അല്പം പാടുണ്ട്, അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് UDF LDF ക്ഷീണം ചെയ്യുന്ന മാത്രമല്ല മുസ്ലിം ലീഗിനെ പോലും തടഞ്ഞു. ഇപ്പം മുസ്ലിം ലീഗ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ അനുഭവം 1/3 ഞാൻ പറഞ്ഞത്, 1/3. ആ 1/3 നിന്ന് അത് ഒരു 20% കുറയും. ബാക്കി 80% മുസ്ലിങ്ങളും അൻവറിൻ്റെ കൂടെ കൂടും. മറ്റ് ഈഴവരും ഒക്കെ ആയിട്ട് ചേർത്ത് വരും, സഖാക്കളല്ലാത്ത ഈഴവരൊക്കെ. അപ്പം അങ്ങനെ അതൊരു ശക്തിയാകും. അത് UDFനും ക്ഷീണം ചെയ്യും, LDFനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് UDF അങ്ങനെ ഒരു വക്രബുദ്ധി, ഒരു വളഞ്ഞ വഴി ഒന്നും ചിന്തിക്കരുത്. മറ്റാരെങ്കിലും വാക്ക് കേട്ട് അൻവറിന് പ്രസ്ഥാനത്തെയോ ആ പ്രതിഭാസത്തെ തകർത്തണം എന്ന് സഖാക്കളുടെ വാക്ക് കേട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ക്ഷീണം ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് എന്ന് പ്രത്യേകം പറയണം. കാരണം വെച്ചാൽ ഒരുപാട് അവസരങ്ങളുണ്ട് കേരളത്തിൽ. തന്നെയല്ല, എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന LDF അവർ അറിഞ്ഞോ അറിയാതെയോ സംഘപരിവാറിൻ്റെ വലയിൽ പെട്ടുപോയിരിക്കുക. അത് പിണറായി ലാവലിംഗ് കേസാണ് മെയിനായിട്ട്. അതിൻ്റെ പേരാണ് പുള്ളി ചൂഷണം ചെയ്തത്. 40 കേസ് മാറ്റിയില്ലേ. അങ്ങനെ അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താ അവർ മനസ്സിലായില്ല, അതവർക്ക് മനസ്സിലാകും. ഞാൻ ഇന്നാൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് കണക്കുകളെ ഉദ്ദേശിച്ച് പറഞ്ഞു. കേരളത്തിൽ UDF നേതാക്കളോട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇന്നലെ ഞാൻ ഒരിക്കലും പറയാണ്, നമ്മുടെ വോട്ടിൻ്റെ വിഹിതം ഇപ്പോൾ ഇറാൻ-ഇറാഖ് യുദ്ധം വന്നില്ലേ, ഇറാൻ-ഇസ്രായേൽ യുദ്ധം. പക്ഷേ ഇസ്രായേലിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കാൻ ഇറാൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കാൻ ഇസ്രായേലിൻ്റെ മൊസാദിന് പോലും സാധിച്ചില്ല. അതിലെ തിരിച്ചടി അവർ പ്രതീക്ഷയില്ലല്ലോ. അതുപോലെയാണ് കേരളത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളത് UDFിലെ പല നേതാക്കൾക്കും ഇപ്പോഴും മനസ്സിലായില്ല. അവർ ധരിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗും കുഞ്ഞാലിക്കുട്ടിയും തങ്ങളുണ്ടെങ്കിൽ ആ വിഭാഗം ഓക്കെ എന്നാണ്. അങ്ങനെയല്ല. മുസ്ലിം ലീഗിനോ തങ്ങൾക്കോ കുഞ്ഞാലിക്കുട്ടിക്കോ പോരായിടുന്നല്ലോ പറഞ്ഞത്. പക്ഷെ ആകെയുള്ള ജനങ്ങളിൽ 3/1 മാത്രമാണ് മുസ്ലിം ലീഗ് അനുഭാവികൾ. ബാക്കി 2 ഭാഗവും പുറത്ത് നിൽക്കുകയാണ്. അതിൽ നമ്മൾ സമസ്തയിൽ പിന്നെ AP സുന്നിയൊന്നുമല്ല, അതൊക്കെ വളരെ കുറച്ച് പേരുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷം എന്ന മുസ്ലിം സമുദായം സ്വതന്ത്രരാണ്. അങ്ങനെ വലിയ സംഘടന കീഴിലുള്ളതല്ല. അവർ സ്വതന്ത്രമായി ചിന്തിച്ച് അപ്പോഴത്തെ കാര്യങ്ങൾ വിലയിരുത്തിയാണ് വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഈ മാറ്റം വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ UDF ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒരിക്കലും കൂടി പറയണം, ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ സതീഷ് സാറിനോടൊക്കെ പറയാണ്, താങ്കളൊക്കെ വളർന്നു വരുന്ന നേതാവാണ്, എല്ലാ നിലക്കും കഴിവുണ്ടൊക്കെ സംബന്ധിച്ച് നമ്മൾ അംഗീകരിച്ച് പറയണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആകെ വോട്ടർമാരിൽ ഞാൻ പറഞ്ഞല്ലോ, ആകെ ഈഴ വിഭാഗം 23%. 23% ഈഴ വിഭാഗത്തിൽ 80% പേര് വർഷങ്ങളായിട്ട് LDF അനുഭാവികളായിട്ടാണ്, LDF വോട്ട് ചെയ്തവരാണ്. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞില്ലേ, അവിടെ അങ്ങനെ ഇത് ഇവിടെ ഇതൊക്കെ പറഞ്ഞില്ല, എന്നിട്ട് ഇവിടെ പോയി വോട്ട്, അത് പോട്ടെ. വെള്ളാപ്പള്ളിക്ക് ആരെ രാഷ്ട്രീയക്കാർക്ക് അവർ ഒരു സംഘടന നേതാവുണ്ട്. അപ്പോൾ ആ 23% ഈഴ വിഭാഗത്തിൽ 80% വോട്ട് ഇന്നലെ വരെ പോയത് LDFിനാണ്. ഇന്നിപ്പോൾ പിണറായി സഖാവ് വീണ്ടും വരുമെന്ന് കാണുകയാണെങ്കിൽ 90% അത്
LDF പോകും. ബാക്കി 10% ഉള്ളൂ. എന്നാൽ ചുരുക്കി പറഞ്ഞാൽ അതിൽ വേണം 5% BJP വേണം, 5% കോൺഗ്രസ്. ചുരുക്കി പറഞ്ഞാൽ 100 പേര് വോട്ട് ചെയ്യുമ്പോൾ എത്ര വോട്ടുണ്ടാവും? 4 അപ്പോൾ ഒരു വോട്ടേ കിട്ടുള്ളൂ. 100 പേര് വോട്ട് ചെയ്യും. ഒരു വോട്ടാണ് ഇന്നത്തെ കണ്ടീഷനിൽ 2026 അസംബ്ലി ഇലക്ഷനിൽ UDF കിട്ടുന്നത്. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം, മണ്ടത്തിൽ കാണിക്കരുത്. ഇനിയൊരു അവസരമില്ല, ലാസ്റ്റ് ബസ്സാണ്. അതാ സതീശനോട് പ്രത്യേകം പറഞ്ഞത്. 100 വോട്ട് ചെയ്യുമ്പോൾ ഈവിൽ നിന്ന് കിട്ടും ഒരു വോട്ടാണ് കിട്ടുന്നത്. 99% വോട്ട് പുറത്തു പോകണം. അത് നിങ്ങൾ മനസ്സിലായല്ലോ. ഇത് സതീശൻ സാറോട് മാത്രമേ എല്ലാവരും അറിയാൻ വേണ്ടി പാടില്ല. മറ്റൊന്ന്, ക്രിസ്ത്യൻ സമുദായം എടുക്കാം. ഒരു 16% ഉണ്ട്. അതിൽ 6% കണ്ടുപിട്ട് ക്രിസ്ത്യാണ്. അതൊക്കെ പ്രത്യേകം പോളിച്ചൊന്നുമില്ല. ബാക്കി 10%, അല്ലെങ്കിൽ ആ 4% മുന്നോക്ക് ജാതി. ബാക്കി 6% ലത്തീൻ കത്തോലിക്ക പിന്നോക്ക് ജാതി. അപ്പോൾ അതിൽ ഏതാണ്ട് ഒരു 50%, ഈ 10% 50% കോൺഗ്രസ് വോട്ട് ചെയ്യും. അപ്പോൾ 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് കിട്ടുന്നത്. ബാക്കിയുള്ളത് കമ്മ്യൂണിസ്റ്റിലേക്കും കോൺഗ്രസിലേക്കും പോകും. അപ്പോൾ മനസ്സിലായില്ലേ അത്? ഇനി നിങ്ങൾ പറയുന്ന, നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്ന 4 വിഭാഗത്തിൽ 5 നേതാക്കളോടും പറയാണ്. 5 നേതാക്കളുണ്ട്. 5 നേതാക്കളും പറയാണ്. പിന്നെ 4 നേതാക്കൾ ഇതാണല്ലോ. 4 നേതാക്കളോടും പറയാണ്. എന്താ പറയുന്നത്? നിങ്ങൾ മുഖ്യമന്ത്രി ആക്കിയ ഒരു കുഴപ്പം ആർക്കുമില്ല. കേരളത്തിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ആർക്കും പരാതിയില്ല. ഏത് നായർ വിഭാഗത്തിൽപ്പെട്ടാലും മുഖ്യമന്ത്രിയാലും കേരളത്തിൽ മുസ്ലിങ്ങൾ യാതൊരു ഇഷ്ടക്കുറവുമില്ല. അവർ തയ്യാറുമാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷെ അത് നിങ്ങളുടെ അവകാശമായി കണക്കാക്കരുത്. വീണ്ടും പറയാം, അത് നിങ്ങളുടെ അവകാശം കണക്കാക്കരുത്. മുസ്ലിം സമുദായത്തെ ഔദാര്യമായിട്ട് കണക്കാക്കാൻ. അതേസമയത്ത് നായർ വിഭാഗം 9% സാർ നിങ്ങൾ കേരളത്തിൽ. കുറ്റം വന്നല്ലോ. ആ 9% കഴിഞ്ഞ അസംബ്ലി പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ 50% കൂടുതലും BJP പോയിട്ടുണ്ട്. അല്ല BJPക്ക് 10-20% വോട്ട് കൊടുത്ത് കിട്ടുന്നത്. ഈ 20 വോട്ട് ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ദളിത് ഇത്രേ ഉള്ളൂ, കോൺഗ്രസ് ഇത്രേ ഉള്ളൂ, ക്രിസ്ത്യാനി ഇത്രേ ഉള്ളൂ. മുസ്ലിങ്ങൾ വോട്ട് 100 വോട്ടുകളും കിട്ടിക്കാണില്ല. ബാക്കി 20% വോട്ട് എവിടെ നിന്ന് കിട്ടി? അത് പറയുമ്പോഴാണ് ഈ 9% ഇപ്പം 4 വിഭാഗത്തിൽ നിന്ന് 60% വോട്ടും BJPയെ പോയിക്കുന്നത്. സതീശ മോഹൻ, രമേഷ് ജി, ശശി തരൂർജി, K മുരളീധരൻജി, 4 പേരാണല്ലോ. പിന്നെ ഉള്ളത് അല്ലേ ഉള്ളൂ. ബാക്കിയുള്ളത് സുധാകരൻ സാർ, അത് ഈഴോ വിഭാഗമാണല്ലോ. ഈ 4 പേരോട് പറയാണ്, ഈ 4 പേരിൽ ആര് മുഖ്യമന്ത്രി ആയാലും കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു വിഷയമില്ല. അവർ 100% സപ്പോർട്ട് ചെയ്യും. അവർ മുഖ്യസ്ഥാനം ആവശ്യപ്പെടുന്നുമില്ല ഇത്തവണ. അപ്പോൾ അതുകൊണ്ട് ഓർമ്മ വയ്ക്കണം, അത് നിങ്ങളുടെ ഔദാര്യമാണ്, മുസ്ലിങ്ങളുടെ അവകാശമല്ല. ഓക്കെ. ബാക്കിയുള്ളവരാണ് പിന്നെ ദളിതാണ്. ദളിതന് 10%. പുതിയ കണക്ക് 10. ഞാൻ 12 ആയപ്പോൾ 10 ആയി. 10%, 65-70% LDF വരാം. ബാക്കി 30%. 10% 30%. അപ്പോഴും 100 വോട്ട് ചെയ്യുന്ന ഒരു LDF, ഒരു ദളിതിൻ്റെ വോട്ട് വരണം മറ്റേ UDF കിട്ടുള്ളൂ. പിന്നെ ഒരു 3% വരുന്ന തീവ്ര സഭയ്ക്ക് അത് പറയണ്ടല്ലോ. ബാക്കിയുള്ള 40% താഴെ വരുന്ന മുസ്ലിം സമുദായത്തിൽ ഇത്തവണ നിലമ്പൂർ ശരിക്കും മുസ്ലിം സമുദായം നിലമ്പൂരിൽ കാണിച്ചു കൊടുത്ത്. ആ നിരീശ്വരവാദികളായ കുറേ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നതല്ല, ബാക്കി ചെയ്തിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ ഈ 40% ഉണ്ടെങ്കിൽ അതിനൊരു 38%, 40 അല്ല, 32 ശതമാനം വോട്ടും UDF ചെയ്യുകയാണ്. അത് എന്തുകൊണ്ടാണ്? ഇത്തവണ UDF ജയിച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം LDF ജയിച്ചാൽ പിന്നെ LDF ഉണ്ടാവില്ല, UDF ഉണ്ടാവില്ല, പിന്നെ BJP വരുന്നത്. അത് തൽക്കാലം ഇപ്പോഴത്തെ കണ്ടീഷനിൽ യോജിക്കാൻ പറ്റില്ല. എൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, മുസ്ലിം സമുദായ ജനസാമാന്യത്തിന് അറിയാം. അപ്പോൾ അതും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവർ നിങ്ങൾ കയ്യിലെടുക്കണം. അവർക്ക് മാന്യമായ അംഗീകാരം കൊടുക്കണം. അവർ നിങ്ങൾ മാനസികമായിട്ട് തൃപ്തിപ്പെടുത്തണം. ഇപ്പോഴത്തെ കണ്ട് LDF കാണിച്ച സ്കോളർഷിപ്പ് ഇനത്തിൽ 2.5 കോടി 2 ലക്ഷം അപേക്ഷയിൽ ഒരു 75,000 ഉള്ളൂ. ബാക്കി 1.25 ലക്ഷം പുറത്താണ്. അതിനകത്ത് ക്രിസ്ത്യൻ സമുദായം 55,000 കൊടുത്തിട്ട് 47 കിട്ടി. ബാക്കി 6,000-7,000 പുറത്തുള്ളൂ, ഒഴിവാക്കിയിട്ടുള്ളൂ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്നേ. നിങ്ങൾ ധരിക്കുമല്ല, കേരളത്തിൽ മുസ്ലിം സമുദായം മുസ്ലിം ലീഗുകാരെക്കാൾ ആഴ്ത്തി ചിന്തിക്കുന്ന സമുദായമാണ്. മുസ്ലിം ലീഗിന് ഒറ്റ ചിന്തയുള്ളൂ, ആ ഭരണകക്ഷിയിൽ അല്ലെങ്കിൽ ആ മുസ്ലിം ലീഗിൻ്റെ കാര്യം മാത്രം. ബാക്കി ഒരു ആഴത്തിൽ ചിന്തയോ പടമൊന്നും മുസ്ലിം ലീഗിനില്ല. ഞങ്ങൾ ഈ കൊച്ചു പാർട്ടിയാണ്. പണ്ട് ജനതാദൾ ഏതാണ് മാറിയാണ് ജനതാദൾ കോൺഗ്രസ് U ആയത്. ആ കോൺഗ്രസ് ഒരു ചെറിയ അന്വേഷണ വിഭാഗമാണ് ചെറുതാണെങ്കിലും. അതുപോലും അത്രപോലും ലീഗിനില്ല. കാരണം അവർ ഒരു സംഘടന ശക്തിയാണ്. ഒരു മേഖലയിൽ ആ മേഖല നിൽക്കുന്നു, അവർ ഭരണം കിട്ടും. വേറെ ശല്യം ഉണ്ടാക്കാതെ RSSനെ പോലും വിമർശിക്കാതെ പരസ്യമായിട്ട് നിൽക്കുകയാണ്. അത് പരിധി നല്ലതാണ്. പക്ഷെ അതല്ല കാര്യം. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മുസ്ലിം സമുദായത്തിന് മാന്യമായിട്ട് അവരെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ പഴയതുപോലെ മണ്ടന്മാരോ ബുദ്ധിശൂന്യരോ നല്ല മുസ്ലിങ്ങൾ, കോൺഗ്രസ്സുള്ള മുസ്ലിങ്ങളെക്കാൾ
മുസ്ലിം ലീഗിലെ മുസ്ലിങ്ങളെക്കാൾ ചിന്തയും അറിവും ദീർഘവീക്ഷണമുള്ള അവരാണ് പുറത്ത് നിൽക്കുന്ന മുസ്ലിങ്ങൾ. അവർ എല്ലാ വശവും പഠിക്കും. അത് അന്ധമായ RS വിരോധം പറയോ അല്ലെങ്കിൽ അന്ധമായ കോൺഗ്രസ് വിരോധം പറയല്ല. അവർ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് തീരുമാനം എടുക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് അവരെ നിങ്ങൾ തൃപ്തിപ്പെടും. എങ്ങനെ തൃപ്തിപ്പെടും? അവർക്ക് അർഹതപ്പെട്ടല്ലാതെ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. അർഹതപ്പെട്ടിൽ നിന്ന് കുറച്ചോ കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ ഈ സ്കോളർഷിപ്പ് LDF അനുവദിച്ചല്ലേ 2 ലക്ഷം അപേക്ഷിച്ചിട്ട് 3/4 ലക്ഷം കൊടുത്തു. അപ്പോൾ 4 3 3 2 അതിൽ 30% കൊടുത്തുള്ളൂ. ബാക്കി 70% പുറത്താണ്. അതേസമയത്ത് 55,000 അപേക്ഷയുള്ള കൃഷി സമുദായത്തിൽ കൊടുത്തിട്ടാണ് 47,000 8,000 അത് പുറത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒതുക്കാൻ ശ്രമിച്ചാൽ ഈ മുസ്ലിം സമുദായം അവർ സംഘടിതരായി നിന്നുകൊണ്ട് അതിനെ നിങ്ങൾക്ക് ടോർപ്പിഡ് വയ്ക്കും. അതെന്ന് വെച്ചാൽ അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയാണ്. കാരണം അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടി 4 പ്രാവശ്യം മലബാറിൽ നിന്ന് 10,000 മുസ്ലിങ്ങൾ ട്രിവാൻഡ്രത്ത് സമരത്തിൽ വന്നില്ലേ? അന്ന് ഈ കുഞ്ഞാക്ക ഉൾപ്പെടെ മറ്റേ അതുപോലെ കുഞ്ഞാക്കയോ ഉൾപ്പെടെ കോട്ടയത്തിന് അച്ചായൻ ചീഫ് സെക്രട്ടറി മാണി സാറ് നമ്മുടെ കുഞ്ഞുഞ്ഞാട്ട് ഇതെല്ലാം കൂടി അവർ കളിയാക്കി വിട്ട്. ആ കളിയാക്കി വിട്ടതിൻ്റെ വൈരാഗ്യം അല്ലെങ്കിൽ വെറുപ്പാണ് ഇപ്പോൾ നിങ്ങൾ അസംബ്ലി കാണാൻ പാസ്വേഡ് MLA പോവും പക്ഷെ ഭരണത്തിൽ വരാത്തത്. ആ അവസ്ഥ അവരൊരു പരിധി വരെ ക്ഷമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? മുഖ്യ ശത്രുവിനെ തോൽപ്പിച്ച് ചെറിയ ശത്രുവിനെ കൂട്ടുപിടിക്കാനുള്ള നബിവചനമുണ്ട്. അത് വെച്ച് അവർ ചിന്തിക്കുന്നതല്ലേ. അതുകൊണ്ട് ഇപ്പോൾ LDFനേക്കാൾ സ്വീകരിക്കേണ്ടത് UDF ആണെന്നും എങ്കിൽ മാത്രമേ BJPയുടെ ആ തള്ളിക്കാരൻ നിർത്താൻ പറ്റുള്ളൂ മനസ്സിലാക്കി മുസ്ലിം സമുദായം തീരുമാനമെടുത്തിരിക്കുന്നത് ഇതാണ്. 95% UDF വോട്ട് ചെയ്ത് തീരുമാനിച്ചിരിക്കുക. അത് സമസ്ത എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് മാന്യമായ, കൂടുതലൊന്നും നമ്മൾ പറഞ്ഞില്ല, മാന്യമായ അംഗീകാരവും അവസരവും കൊടുക്കണം. അല്ല കേവലം 20 സ്ഥാനാർത്ഥി വെച്ചാൽ ഒരു സ്ഥാനാർത്ഥി തിരികെ കയറ്റുമ്പോൾ ആ തിരികെ കയറ്റലൊന്നും ഇനി നടക്കില്ല. അതുകൊണ്ട് തിരികെ കയറ്റാൻ നിങ്ങൾ മാന്യമായ ഒരു അംഗീകാരം കൊടുത്താൽ നിങ്ങളെ സംബന്ധിച്ച്, ഞാൻ ഉദ്ദേശിച്ച് കോൺഗ്രസിലെ UDF നേതാക്കളെ സംബന്ധിച്ച് വളരെ സക്സസ് ആണ്, ഭരണം ഉറപ്പാണ്. അല്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾ നായർ വിഭാഗം എടുത്തോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗം എടുത്തോ അല്ലെങ്കിൽ ഈ പുലയ വിഭാഗത്ത് കൊടുത്തോ, ഒരു പരാതി മുസ്ലിം സമുദായത്തില്ല. പക്ഷേ കോൺഗ്രസിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി കൊടുക്കണം. നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം. മറ്റത് കുഞ്ഞാക്ക് ഉൾപ്പെടെ ആരെങ്കിലും മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി 2 മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം. കർണാടക ചെയ്തിട്ടുണ്ടല്ലോ. 2 മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ട് നിങ്ങൾ മുഖ്യമന്ത്രിയാകും. അങ്ങനെ ഭരണം കിട്ടും. ഭരണം ഉറപ്പാണ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് ഒരു സംശയമില്ല. മൊയ്തീൻ ഷാ ഒരു വ്യക്തിയാണ്, അത് കാണില്ല. ഞങ്ങളുടെ ചിന്താഗതി, ഞങ്ങളുടെ ഗ്രൂപ്പും വളരെ ആഴത്തിലുള്ളതാണ്, വളരെ ശക്തമാണ്. കാരണം അത്ര കണ്ട് ദീർഘവീക്ഷ ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് CU എന്നുണ്ടാക്കിയത്? ജനതാദൾ എന്ന് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും ഉപ്പോളം പറ്റില്ല ഉപ്പിലിട്ടത്. അപ്പോൾ ഞാൻ ജനതാദൾ പ്രസ്ഥാനം ഇത്രയും പാടത്ത് നിങ്ങൾ എന്തൊരു മാറിപ്പോയെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എൻ്റെ മകൻ പലരും ചോദിക്കുന്നുണ്ട്, ഡാഡി എന്താണ് ഇങ്ങനെ കാണിച്ചത്, ഇത്രയും കാലം പേരുണ്ടാക്കി മതി. അവൻ്റെ ചിന്ത വെച്ചോ ശരിയാണ്, പക്ഷെ ഞാൻ ചിന്തിക്കാൻ അപ്പുറത്താണ്. അതും പുള്ളി പറഞ്ഞു ഡാഡി ചിന്തിക്ക് വളരെ ആഴത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് വടവൃക്ഷമാണ്, വലിയൊരു വൃക്ഷമാണ്. വടവൃക്ഷം അറിയാലോട് അതിൽ ചില കൊമ്പുകൾ ചിലപ്പോൾ കേടായിരിക്കാം, പക്ഷെ ആ താഴ്വേര് ഉൾപ്പെടെ വേരുകൾക്ക് ഒരു ക്ഷീണം പറ്റില്ല. അതൊരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പാർട്ടി തന്നെയാണ്. എന്നാൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭരണം ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതോടെ കോൺഗ്രസിനെ നമ്മൾ ശക്തി വർദ്ധിപ്പിക്കുക, അങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് കോൺഗ്രസ് CU എന്ന് പറയുന്നത്. ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിന് IC എന്ന് ഞാൻ പറയില്ല. IC എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? IUC എന്ന് പറഞ്ഞാൽ ഞാനും നീയും കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതിനർത്ഥം ഇന്നത്തെ ഇന്ത്യയിലെ അരാജകത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ മൂല്യച്യുതി കാണുന്നില്ല എന്നുള്ള ചോദ്യം കൊണ്ട് ഇതാണ് IUC, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ്. IUC എന്ന് പറഞ്ഞാൽ ഞാൻ നീ കാണുന്നില്ലേ, കാണുക എന്ന്. അത് അങ്ങനെ വളരെ അർത്ഥതലത്തിലാണ് നിൽക്കുന്നത്. അത് ഒരു പുള്ളാളിയല്ലത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താണ്. എൻ്റെ സുഹൃത്തുക്കൾ പലരും ചോദിക്കുന്നത് നിങ്ങൾ ജനതാദൾ നാഷണലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്തേ പെട്ടെന്ന് മാറിയത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിന് കാര്യമുണ്ടെന്ന് പറയാം. അത് ഒറ്റ ഉദാഹരണം ഇതാണ്. MG റോഡിൽ 46 മീറ്ററാണ്, ചെളിക്കുണ്ടാണ്. അവിടെ കൊണ്ടുവന്ന് വുഡ്ലാൻഡ് സ്വാമി പണം കുഴിച്ചിട്ട്, കാരണം കെട്ടമണി ചെളിക്കുണ്ടിലാണല്ലോ. അപ്പോൾ പലരും ചോദിച്ചു സ്വാമി കിർക്കാണ് ഇവിടെ നിന്ന് പണം കുഴിച്ചിടുന്നത്, നീ പോടാ അതൊക്കെ കാണിച്ചതെന്ന്. എന്ന് വർഷങ്ങൾക്ക് ശേഷം വുഡ്ലാൻഡ് ജംഗ്ഷൻ വരെ ഉണ്ടായില്ല സാർ. അപ്പോൾ സ്വാമി മണ്ടനായിരുന്നു. അപ്പോൾ മൊയ്തീൻ ഷാ മണ്ടലല്ല. ഞാൻ പക്ഷെ മണ്ടനായിട്ട് അഭിനയിക്കും. അതെന്ന് വെച്ചാൽ
പിന്നെ പല ചോദ്യങ്ങൾക്കും ചോദ്യങ്ങൾക്ക് ഒഴിവാകാം. അതുകൊണ്ടൊക്കെയാണ് കോൺഗ്രസ് യു എന്ന് പറയുന്നത്. യു മീൻസ് യൂണിയൻ. നമ്മൾ ഇന്ത്യക്ക് വേണ്ടി യൂണിയൻ അല്ലാതെ നാഷണൽ മാത്രമല്ല യൂണിയൻ വേണ്ടത്. അപ്പോൾ ഏതായാലും ഒരു കാര്യം പറയാണ്, ഇത്രയും നിങ്ങൾ കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ സുരക്ഷിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. ഒരായി നന്ദി. ജയ് ഹിന്ദ്.